എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ച IT ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് IT. ഓരോ പ്രിലിംസിന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം 5 ചോദ്യങ്ങളും വായിക്കാം, അതിന് ശേഷം ഉത്തരങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചോദ്യം വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് പോവുക. ആദ്യത്തെ ചോദ്യം: എ സ്പെഷ്യൽ ടെമ്പററി ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ വിത്തിൻ ദ CPU ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് ഓപ്ഷൻസ് എ റാം, ബി രജിസ്റ്റർ, സി ഹാർഡ് ഡിസ്ക്, ഡി റോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻസ് എ OMR, ബി പ്ലോട്ടർ, സി പ്രിൻ്റർ, ഡി സ്പീക്കർ. നെക്സ്റ്റ്: ദ ഹാർഡ്വെയർ കോമ്പണൻറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ ഓൺ എ നെറ്റ്വർക്ക് വിച്ച് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡാറ്റ റിഗാർഡ്ലെസ് ഓഫ് വയർലെസ് ആൻഡ് ടോപ്പോളജി യൂസ്ഡ് ഈസ് ഓപ്ഷൻസ് എ മോഡം, ബി റൂട്ടർ, സി NIC, ഡി ബ്രിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ elapsed ടൈം ബിറ്റ്വീൻ ദ ടൈം ഓഫ് എ പ്രോഗ്രാം ഈസ് സബ്മിറ്റഡ് ആൻഡ് ടൈം വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ബൈ ദ CPU ഈസ് ഓപ്ഷൻസ് എ വെയിറ്റിംഗ് ടൈം, ബി സീക്ക് ടൈം, സി ലാറ്റൻസി ടൈം, ഡി ടേൺ അറൗണ്ട് ടൈം. നെക്സ്റ്റ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് HTML ടാഗ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്? ഓപ്ഷൻസ് എ ഇൻപുട്ട് ടാഗ്, ബി സെലക്ട് ടാഗ്, സി LI ടാഗ്, ഡി DL ടാഗ്. ഞാൻ ഉത്തരം വായിക്കുകയാണ്. എ സ്പെഷ്യൽ ടെമ്പററി ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയ വിത്തിൻ ദ CPU ഓഫ് ദ കമ്പ്യൂട്ടർ ഈസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രജിസ്റ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? OMR ആണ് ഇൻപുട്ട് ഡിവൈസ്. ദ ഹാർഡ്വെയർ കോമ്പണൻറ്റ് ഇൻ ദ കമ്പ്യൂട്ടർ ഓൺ എ നെറ്റ്വർക്ക് വിച്ച് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡാറ്റ റിഗാർഡ്ലെസ് ഓഫ് വയർലെസ് ആൻഡ് ടോപ്പോളജി യൂസ്ഡ് ഈസ് ഓപ്ഷൻ സി NIC, അതാണ് കറക്റ്റ്. The elapsed time between the time of a program is submitted and time when it is completed by the CPU is answer option D ആണ്, turnaround time. Which of the following HTML tag is used to create a drop down list? Option B, select tag ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Which of the following is an open source GIS software? Options A QGIS, B MapInfo, C ArcGIS, D Erdas. കറക്റ്റ് ആൻസർ വരുന്നത് QGIS ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് GIS സോഫ്റ്റ്വെയർ? ഓപ്ഷൻ എ QGIS. നെക്സ്റ്റ് സെറ്റാണ് നമ്മൾ നോക്കുന്നത്. ദ ആക്സസ് ടൈം റെഫേഴ്സ് ടു ദ ഓപ്ഷൻസ് എ ടൈം റിക്വയർഡ് ടു ലൊക്കേറ്റ് ആൻഡ് റിട്രീവ് സ്റ്റോർഡ് ഡാറ്റ, ഓപ്ഷൻ ബി ടൈം റിക്വയർഡ് ടു ലൊക്കേറ്റ് ദ ലോസ്റ്റ് ഡാറ്റ, സി ടൈം റിക്വയർഡ് ടു ഡിലീറ്റ് സ്പെസിഫിക് ഡാറ്റ ഓൺ എ സർട്ടൻ മെമ്മറി ലൊക്കേഷൻ, ഡി നൺ ഓഫ് ദിസ്. Next, an example of non-primitive scheduling is option A first come first served, B round robin, C last in first out, D shortest job first. Next, the network topology in which devices are not linked to each other and where hub acts as a central controller is option A mesh, B star, C ring, D tree. Next question: Roman number system is a option A positional number system, B non-positional number system, C both A and B, D none of this. Next question: A flowchart is a kind of option A one-dimensional graphics, B two-dimensional graphics, C three-dimensional graphics, D none of this. അപ്പോൾ എല്ലാവരും ആൻസർ എഴുതി നോക്കുക, അതിനുശേഷം ഉത്തരത്തിലേക്ക് നോക്കുക. ആൻസർ പറയാണ്. ദ ആക്സസ് ടൈം റെഫേഴ്സ് ടു ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ടൈം റിക്വയർഡ് ടു ലൊക്കേറ്റ് ആൻഡ് റിട്രീവ് സ്റ്റോർഡ് ഡാറ്റ. നെക്സ്റ്റ്, ആൻ എക്സാമ്പിൾ ഓഫ് നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ് ഈസ് ഓപ്ഷൻ എ ആണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ദ നെറ്റ്വർക്ക് ടോപ്പോളജി ഇൻ വിച്ച് ഡിവൈസസ് ആർ നോട്ട് ലിങ്ക്ഡ് ടു ഈച്ച് അതർ ആൻഡ് വെയർ ഹബ് ആക്ട് ആസ് എ സെൻട്രൽ കൺട്രോളർ ഈസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റാർ. റോമൻ നമ്പർ സിസ്റ്റം ഈസ് എ ആൻസർ ബി ആണ്, നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. എ ഫ്ലോ ചാർട്ട് ഈസ് എ കൈൻഡ് ഓഫ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് എന്നാണ് ചോദിച്ചത്. സെക്ഷൻ 66A ഓഫ് IT ആക്ട് 2008 ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്, ബി ഹാക്കിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം, സി ഫെയിലർ ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ്, ഡി യൂസിങ് പാസ്വേഡ് ഓഫ് അനദർ പേഴ്സൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സെക്ഷൻ 66A ഓഫ് IT ആക്ട് 2008 ഈസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ എ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. IT ആക്ടുകൾ കോഡ് രൂപത്തിൽ പഠിക്കാനുള്ളൊരു
ഈസി ട്രിക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഈസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്? ഓപ്ഷൻസ് എ ഇങ്ക്ജെറ്റ് പ്രിൻറ്റർ, ബി ലേസർ പ്രിൻറ്റർ, സി പ്ലോട്ടർ, ഡി ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റർ. വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ? ഓപ്ഷൻസ് എ റൈറ്റിംഗ് ക്ലിയർ കണ്ടൻറ്റ്, ബി ക്രിയേറ്റിംഗ് കണ്ടൻറ്റ് വിച്ച് ഈസിലി ക്രിയേറ്റ്സ് പബ്ലിസിറ്റി വയ സോഷ്യൽ നെറ്റ്വർക്ക്സ്, സി ക്രിയേറ്റിംഗ് ഷോർട്ട് കണ്ടൻറ്റ് വിച്ച് ഈസ് ഈസിലി ഇൻഡെക്സ്ഡ്, ഡി ക്രിയേറ്റ് കണ്ടൻറ്റ് ഫോർ സോഷ്യൽ നെറ്റ്വർക്ക്സ്. നെക്സ്റ്റ്, FIFO ഷെഡ്യൂളിംഗ് ഈസ് ഓപ്ഷൻസ് എ ഫെയർ ഷെയർ ഷെഡ്യൂളിംഗ്, ബി നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ്, സി ഡെഡ്ലൈൻ ഷെഡ്യൂളിംഗ്, ഡി പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ്. ആൻസറിലേക്ക് കിടക്കാം. വിച്ച് ഈസ് എ കാറ്റഗറി ഓഫ് ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, ഡോട്ട് മാട്രിക്സ് പ്രിൻറ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻറ്ററാണ് ഇമ്പാക്റ്റ് പ്രിൻറ്ററിൽ വരുന്നത്. വാട്ട് ഈസ് സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രിയേറ്റിംഗ് കണ്ടൻറ്റ് വിച്ച് ഈസിലി ക്രിയേറ്റ്സ് പബ്ലിസിറ്റി വയ സോഷ്യൽ നെറ്റ്വർക്ക്സ്. FIFO ഷെഡ്യൂളിംഗ് ഈസ് ഓപ്ഷൻ ബി, നോൺ പ്രിമിറ്റീവ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക്സ് ദാറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. ഓപ്ഷൻസ് എ സ്വിച്ച്, ബി ഹബ്ബ്, സി ഗേറ്റ്വേ, ഡി പ്രോക്സി സെർവർ. നെക്സ്റ്റ്, സ്റ്റീലിംഗ് എനി ഡിജിറ്റൽ അസറ്റ് ഓർ ഇൻഫർമേഷൻ ഈസ് ലിസ്റ്റഡ് ആസ് എ സൈബർ ക്രൈം അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ IT ആക്ട്? ഓപ്ഷൻസ് എ 65, ബി 65D, സി 67, ഡി 70. ആൻസർ എ ഡിവൈസ് ദാറ്റ് കണക്ട്സ് നെറ്റ്വർക്ക്സ് ദാറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. ഓപ്ഷൻ സി ആണ്, ഗേറ്റ്വേ. സ്റ്റീലിംഗ് എനി ഡിജിറ്റൽ അസറ്റ് ഓർ ഇൻഫർമേഷൻ ഈസ് ലിസ്റ്റഡ് ആസ് എ സൈബർ ക്രൈം അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ IT ആക്ട്? ഓപ്ഷൻ എ 65. അടുത്ത സെറ്റാണ്, ദ ടെക്നോളജി യൂസ്ഡ് ബൈ ബുക്ക് റീഡേഴ്സ് ലൈക്ക് ആമസോൺ കിൻഡിൽ ഈസ്. ഓപ്ഷൻസ് എ ബുക്ക്, ബി ബോർഡ്, സി ഇങ്ക്, ഡി പാനൽ. നെക്സ്റ്റ്, ഡാഷ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്ഷൻസ് എ മെമ്മറി മാനേജ്മെൻറ്റ്, ബി പ്രോസസ്സർ മാനേജ്മെൻറ്റ്, സി ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, ഡി റിസോഴ്സ് അലോക്കേഷൻ. നെക്സ്റ്റ്, ഡാഷ് ഡിവൈസ് ക്യാൻ ജോയിൻ എ LAN ടു എ WAN. ഓപ്ഷൻസ് എ ഹബ്ബ്, ബി ബ്രിഡ്ജ്, സി റൂട്ടർ, ഡി ഗേറ്റ്വേ. നെക്സ്റ്റ്, എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ലിങ്ക്സ് ഇൻ അഡീഷൻ ടു നോർമൽ ടെക്സ്റ്റ് ടു അതർ ഡോക്യുമെൻറ്റ്സ് ഈസ് കോൾഡ് എ. ഓപ്ഷൻസ് എ ഹൈപ്പർ ടെക്സ്റ്റ്, ബി HTML, സി ഹോം പേജ്, ഡി നൺ ഓഫ് ദിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈബർ ക്രൈം വെർ എ ഹാക്കർ സെൻഡ്സ് malicious links to users to gain access to their computers and accounts is called. Options A identity theft, B ransomware, C spoofing, D phishing. ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നോളജി യൂസ്ഡ് ബൈ ബുക്ക് റീഡേഴ്സ് ലൈക്ക് ആമസോൺ കിൻഡിൽ ഈസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇങ്ക്. നെക്സ്റ്റ്, ഡാഷ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഓപ്ഷൻ ബി ആണ്, പ്രോസസ്സർ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ബാക്കിയൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് മാനേജ്മെൻറ്റ്, റിസോഴ്സ് അലോക്കേഷൻ. നെക്സ്റ്റ്, ഡാഷ് ഡിവൈസ് ക്യാൻ ജോയിൻ എ LAN ടു എ WAN. ഗേറ്റ്വേ ഡിവൈസ് ക്യാൻ ജോയിൻ എ LAN ടു എ WAN. എ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ലിങ്ക്സ് ഇൻ അഡീഷൻ ടു നോർമൽ ടെക്സ്റ്റ് ടു അതർ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹൈപ്പർ ടെക്സ്റ്റ്. ദ സൈബർ ക്രൈം വെർ എ ഹാക്കർ സെൻഡ്സ് malicious links to users to gain access to their computers and accounts is called. ഓപ്ഷൻ ഡി, ഫിഷിംഗ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഓപ്ഷൻസ് എ EEPROM, ബി SRAM, സി DRAM, ഡി STRAM. ആൻസർ ഓപ്ഷൻ എ ആണ്, EEPROM. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഓപ്ഷൻ എ EEPROM. EEPROMൻ്റെ ഫുൾ ഫോം ഒന്ന് ഓർത്ത് വെക്കുക, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? ഓപ്ഷൻസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സി സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഡി ഡിവൈസ് ഡ്രൈവർ. നെക്സ്റ്റ്, വിച്ച് നെറ്റ്വർക്ക് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ദാറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്? ഓപ്ഷൻസ് എ റൂട്ടർ, ബി ഗേറ്റ്വേ, സി ബ്രിഡ്ജ്, ഡി നൺ ഓഫ് ദ എബോവ്. Next, the HTML tag used to insert a picture in an HTML page is. Option A image tag, B pic tag, C fic tag, D draw tag.
നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? ഓപ്ഷൻസ്: എ 2005, ബി 2002, സി 2008, ഡി 2000. നമുക്ക് ആൻസർ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? ഓപ്ഷൻ സി ആണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ബാക്കി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ട്രാൻസ്ലേറ്റർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവറൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. വിച്ച് നെറ്റ്വർക്ക് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്? ഓപ്ഷൻ ബി ഗേറ്റ്വേ ആണ് ആൻസർ. ദ HTML ടാഗ് യൂസ്ഡ് ടു ഇൻസേർട്ട് എ പിക്ചർ ഇൻ ആൻ HTML പേജ് ഈസ്? ഓപ്ഷൻ എ ഇമേജ് ടാഗ് ആണ് വരുന്നത്. ഇൻ വിച്ച് ഇയർ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വാസ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ ഡി 2000. നെക്സ്റ്റ് സെറ്റ് നോക്കാം. ഞാൻ മലയാളം സെറ്റാണ് എടുത്തത്. മലയാളത്തിൽ വരുമ്പോൾ കുറേ എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുക. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? ഓപ്ഷൻസ്: എ ഇൻ്റർപ്രറ്റർ, ബി കമ്പൈലർ, സി അസംബ്ലർ, ഡി ലോഡർ. നെക്സ്റ്റ്, താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഫസ്റ്റ് വൺ റൂട്ടർ, ബി സ്വിച്ച്, തേർഡ് ഹബ്ബ്, ഫോർത്ത് ബ്രിഡ്ജ്. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻസ്: ഫ്രോണ്ടിയർ, HPE ക്രേ EX235A, ബി ലിയനാർഡോ ബുൾസെക്കാന XH 2000, സി ഫുക്കാക്കു സൂപ്പർ കമ്പ്യൂട്ടർ, ഡി സിയറ IBM S922LC. നമുക്ക് ഉത്തരം നോക്കാം. താഴെ പറയുന്നതിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കമ്പൈലർ. താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം, റൂട്ടർ. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഫ്രോണ്ടിയർ HPE ക്രേ EX235A. നെക്സ്റ്റ്, സെർച്ച് എഞ്ചിൻ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഈസ്? ഓപ്ഷൻസ്: എ DuckDuckGo, ബി ബെയ്ഡു, സി യാൻഡെക്സ്, ഡി ബിങ്. ദ എക്സ്പാൻഷൻ ഓഫ് SSD റിലേറ്റഡ് മെമ്മറി ഡിവൈസ് ഈസ്? ഓപ്ഷൻസ്: എ സോളിഡ് സ്റ്റോറേജ് ഡിവൈസ്, ബി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഡി സെക്കൻഡറി സ്റ്റോറേജ് ഡ്രൈവ്. ആൻസർ നോക്കാം നമുക്ക്. സെർച്ച് എഞ്ചിൻ പ്രൊവൈഡഡ് ബൈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഈസ്? ഓപ്ഷൻ ഡി ബിങ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെർച്ച് എഞ്ചിനാണ് ബിങ്. ദ എക്സ്പാൻഷൻ ഓഫ് SSD റിലേറ്റഡ് മെമ്മറി ഡിവൈസ് ഈസ്? ഓപ്ഷൻ സി ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. SSDൻ്റെ എക്സ്പാൻഷനാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. നമുക്ക് അടുത്ത സെറ്റിലേക്ക് നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ ദാറ്റ് ഹോൾഡ്സ് ഇൻഫർമേഷൻ? ഓപ്ഷൻസ്: എ രജിസ്റ്റർ, ബി ക്യാഷെ, സി പ്രൈമറി മെമ്മറി, ഡി സെക്കൻഡറി മെമ്മറി. നെക്സ്റ്റ്, ദ ഇൻ്റർഫേസ് ടു ആക്സസ് ദ സർവീസസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് ബൈ? ഓപ്ഷൻസ്: എ അസംബ്ലി ഇൻസ്ട്രക്ഷൻസ്, ബി API, സി ലൈബ്രറി, ഡി സിസ്റ്റം കോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ IPv4 അഡ്രസ് ഈസ് എ ഡാഷ് ബിറ്റ് അഡ്രസ്? ഓപ്ഷൻസ്: എ 16, ബി 32, സി 64, ഡി 128. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ത്രൂ? ഓപ്ഷൻസ്: എ IP, ബി TCP or IP, സി HTTPS, ഡി വെബ് ബ്രൗസർ. നെക്സ്റ്റ്, വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 ഡീൽസ് വിത്ത് ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്? ഓപ്ഷൻ എ സെക്ഷൻ 4, ബി സെക്ഷൻ 17, സി സെക്ഷൻ 43, ഡി സെക്ഷൻ 66. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ ദാറ്റ് ഹോൾഡ്സ് ഇൻഫർമേഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാഷെ മെമ്മറി. നെക്സ്റ്റ്, ദ ഇൻ്റർഫേസ് ടു ആക്സസ് ദ സർവീസസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് ബൈ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിസ്റ്റം കോൾസ്. ആൻ IPv4 അഡ്രസ് ഈസ് എ ഡാഷ് ബിറ്റ് അഡ്രസ്? ഓപ്ഷൻ ബി 32 ആണ് ആൻസർ, 32 ബിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ IPv6 പഠിച്ചു വെക്കണം. അത് 128 ബിറ്റാണ്. IPv4 32 ബിറ്റ് അഡ്രസ്സാണ്, IPv6 128 ബിറ്റ് അഡ്രസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, എ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ത്രൂ? ഓപ്ഷൻ ബി ആണ് ആൻസർ, TCP or IP. TCP or IP പ്രോട്ടോക്കോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതാണ് ആൻസർ വരുന്നത്. വിച്ച് സെക്ഷൻ ഓഫ് IT Act 2000 ഡീൽസ് വിത്ത് ലീഗൽ റെക്കഗ്നൈസേഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 4. ഓക്കെ, തൽക്കാലം നമുക്ക് IT ഇവിടെ വെച്ച് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ബാക്കി കുറച്ച് സെറ്റ് കൂടി ഉണ്ട് നോക്കാൻ, അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഇതുപോലെ 10th മെയിൻസും
10th പ്രിലിംസ് VFA അങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ PYQ മാക്സിമം പഠിച്ചു പോവാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. താങ്ക് യു.